one nation, one election എന്നുള്ള പ്രപ്പോസൽ വരുന്നത് ഇഫ് ഇംപ്ലിമെന്റഡ് ക്യാൻ ബി ലൈക്ക് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അത് നടക്കുവാണെങ്കിൽ. ഹൗ ഡു സർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിപ്പം 50s നമുക്കുണ്ടായിരുന്നു. ഇത് ഈ ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നു. കാരണം 1952 ഇലക്ഷൻ നടക്കുന്നത്, ബോത്ത് ടു പാർലമെൻറ്റ് ആൻഡ് ദി അസംബ്ലീസ്. സോ ദേ സ്റ്റാർട്ടഡ് ടുഗദർ. അത് കഴിഞ്ഞ് പിന്നെ 60s ഒടുവിലാണ്, ടുവേഴ്സ് ദി എൻഡ് ഓഫ് 60s, പിന്നെ ദർ വാസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. So assemblies had to be dissolved and governments fell and all that sort of thing happened. അപ്പോൾ പിന്നെ ആ ഒരു സൈക്കിൾ അങ്ങ് ബ്രേക്ക് ചെയ്തല്ലോ. പിന്നെ പാർലമെൻറ്റ് 1969 പാർലമെൻറ്റ് 1970 പാർലമെൻറ്റ് തന്നെ ഡിസോൾവ് ചെയ്തു. പാർലമെൻറ്റ് മീൻസ് ലോക്സഭ ഡിസോൾവ് ചെയ്തു. അത് ഐ തിങ്ക് അബൌട്ട് ഓൾമോസ്റ്റ് 2 years ബിഫോർ ദി എക്സ്പയറി ഓഫ് ദ ടേം, നോർമൽ എക്സ്പയറി ഓഫ് ദ ടേം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദാറ്റ് സൈക്കിൾ വാസ് ബ്രോക്കൺ. സോ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഞാനതിൻ്റെ തിയററ്റിക്കലി ഇറ്റ് ഈസ് ഓക്കെ ഇഫ് യു ആർ ഏബിൾ ടു ഡു ഇറ്റ് ദെൻ സോ ദാറ്റ് ഈസ് വാട്ട് വി വർ ഡൂയിങ് ഇൻ 50s and 60s. അപ്പോൾ അതിനകത്ത് അല്ലാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവർ പ്രാക്ടിക്കലി നോക്കുമ്പോഴേ ഇപ്പോൾ ഇതിനകത്ത് കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവിടെ ഇലക്ഷൻ ഇപ്പോൾ അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. ഒരു ഗവൺമെൻറ് ഹാസ് കം, ദെൻ അസംബ്ലി ഹാസ് അനദർ 5 years ടു ഗോ. പാർലമെൻറ്റിൻ്റെ ഇലക്ഷൻ മെയ്യിൽ നടത്തേണ്ടി വരും, ഏപ്രിൽ മെയ്യിൽ. അപ്പോൾ ആ സമയത്ത് എല്ലാ ഇലക്ഷനും കൂടെ നടത്തണമെന്ന് പറഞ്ഞാൽ ഓൾ ദീസ് അസംബ്ലീസ് വിൽ ഹാവ് ടു ബി ഡിസോൾവ് അല്ലേ? അതായത് ഇവർ 2 മാസമേ ആയിട്ടുള്ളൂ ഇവരുടെ ഇങ്ങോട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അതെങ്ങനെയാണ് പറ്റുന്നത്? അവിടെയാണ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം ഈസ് that it is actually the prerogative of a state government to advise the governor to dissolve the assembly, not by the central government. Central government has no role in that. They can't intervene. They can intervene only when there is a breakdown of a constitutional machinery. അങ്ങനെയാണ്. അല്ലെങ്കിൽ it is the prerogative of the government, state government. സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവർണറോട് പറയുക ഡിസോൾവ് ചെയ്യാൻ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നോക്കുന്നില്ല. പൊളിറ്റീഷ്യൻസ് ആണല്ലോ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണല്ലോ ഈ ഗവൺമെൻറ് റൺ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ദേ ലുക്ക് ടു ദെയർ ഓൺ അഡ്വാൻറ്റേജ്. ഇഫ് an early dissolution and early elections will help them according to their calculations, then they can do that. They can advise the governor to dissolve the assembly. അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? How are you going to do this? The constitution എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ every assembly shall, unless sooner dissolved, shall continue for 5 years. 5 years period ആണ്. അപ്പോൾ ഈ 5 years period unless sooner dissolved എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ചെയ്യാം. പക്ഷേ ആ ഡിസൊല്യൂഷൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സെൻട്രലിന് ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡയറക്ഷൻ ലെജിറ്റിമേറ്റ്ലി ഇഷ്യൂ ചെയ്യാമെങ്കിൽ ഈ 365 ഓപ്പറേറ്റ് ചെയ്യും അവിടെ. പിന്നെ there will be, then they can easily take over things and dissolve the assembly. ഇതങ്ങനല്ലല്ലോ. യൂണിയൻ cannot issue a direction to the governor or state government to dissolve the assembly. That you can't do under the present constitution. ഇത് പ്രധാനമന്ത്രി തന്നെയാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെസിഫിക്കേഷൻ അവരെന്താണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. Actually I'm not privy to that. I don't know what exactly have they discussed and all that. ലോ കമ്മീഷനും പറയുന്നതാണ്. ലോ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്ത് ലോജിക്കാണ് എന്നുള്ളത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എൻ്റെ ബേസിൽ ഞാൻ പറയുക, ദിസ് ഈസ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. പിന്നെ ഇനി അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക, അതിന് ശേഷം ഈസ് ദർ എനി ഗ്യാരണ്ടി ദാറ്റ് ദർ വോണ്ട് ബി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ എനി സ്റ്റേറ്റ്? Maybe the parliament itself will have to be dissolved at some stage. അപ്പോൾ it can happen so long as we have a democracy here. This kind of a thing can happen. So there is always a possibility. Cost factor എങ്ങനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം അഡീഷണൽ കോസ്റ്റ് കുറയ്ക്കാനാകുമെന്നാണ്. See, additional cost, when you look at this cost factor, you should know that cost is incurred by 2 agencies. One is the electioncommission, that is the government. The other is the political parties. Okay.
Election Commission കോസ്റ്റിൽ അത്ര അബ്നോർമലായ ഒരു ഇൻക്രീസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ദർ ഈസ് നോ എംപിരിക്കൽ എവിഡൻസ് ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് maybe 10,000 crores or something. It's not a big amount in a country like India. അതിലൊന്നും അങ്ങനെ ഒരു ഫിനോമിനൽ ഇൻക്രീസ് ഒന്നും ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ so when you look at the cost factor, Election Commission doesn't spend so much money, humongous amount of money. There's no such thing. Then who is doing it? It is the political parties. Political parties are spending money. Where do they get this money from? So that, of course, is a different issue. But they are spending it. Now, the question is, we just ask them, any political party, whether the money that they will save, by the implementation of this process, the money that they will save, will they use it for setting up factories and constructing roads and all that kind of thing? I don't think any political party will do that. Then, so what is the point in talking about this cost factor? I'm not very much impressed by that.